ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ സ്വപ്നതുല്യമായ മാറ്റം വന്നവരിൽ ഒരാളാണ് അഖിൽ മാരാർ. ജീവിതത്തിൽ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും അതിനെതിരെ പോരാടി വിജയിച്ചതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം അഖിൽ മാരാർ. ഒരു സാധാരണക്കാരനിൽ നിന്നും മണിക്കൂറിന് 1.5 ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങുന്ന താരമാണ് അഖിൽ മാരാർ. ഇപ്പോൾ മാരാർ തന്റെ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും തന്നെയാണ് ഇവിടം വരെ എത്തിയത് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ പരിഹസിക്കുന്നവർക്കും തനിക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ ഇട്ട് ആഘോഷിക്കുന്നവർക്കും അഖിൽ മാരാർ അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. നിങ്ങളുടെ പരിഹാസ കമന്റുകളോ വിമർശനങ്ങളോ തന്നെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്ന് മാരാർ തുറന്നടിച്ചു. അഖിൽ മാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: മൈത്രേനുമായി നീ ചർച്ചയ്ക്കിരുന്നാൽ മൈത്രേൻ നിന്നെ എയറിലാക്കും എന്ന കമന്റ് ആഘോഷിക്കുന്നവർക്കും പരിഹസിച്ചവർക്കുമുള്ള മറുപടി അഭിമുഖത്തിലുണ്ട്. മൈത്രേന്റെ പല കാര്യങ്ങളോടും യോജിപ്പുള്ള ആളാണ് ഞാൻ. മൈത്രേൻ പറയുന്ന ചില വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടതാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ അയാൾ പറഞ്ഞ വിഡ്ഢിത്തരങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്ന മാധ്യമപ്രവർത്തകന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് ആ പ്രസ്താവനയുടെ കാര്യത്തിലാണ് എന്ന് അഖിൽ മാരാർ പറയുന്നു. എന്റെ ഒരു അഭിമുഖത്തിന് 1 ലക്ഷം രൂപയും GSTയും വാങ്ങുന്ന ആളാണ് ഞാൻ. എനിക്ക് 1.5 ലക്ഷം വരെ ഓഫർ ഈ പ്രോഗ്രാമിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനൽ ആയതിനാൽ 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ സമ്മതിച്ചു. മൈത്രാനെ പോലെ കാണുന്ന ചാനലിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ശീലം തനിക്കില്ല എന്നും അഖിൽ മാരാർ പറയുന്നു. നിലവിൽ മൈത്രേൻ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും എനിക്കറിയില്ല. എന്നാൽ ഞാൻ തയ്യാറാണ്. കുറച്ച് ആൾക്കാരുടെ മുന്നിൽ മുഖം കാണിക്കാൻ വെപ്രാളം കാണിക്കുന്ന, അങ്ങോട്ട് കാശ് കൊടുത്തും അല്ലാതെയും ഇന്റർവ്യൂ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ അഖിൽ മാരാർ ഇല്ല. എന്നെ ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന തുക തന്ന് വിളിക്കണം. 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസങ്ങൾ വേണ്ടിവരും എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് 1 മണിക്കൂർ മതിയാകും. ഈ ഒരു വ്യത്യാസമാണ് കമന്റിട്ട് പരിഹസിക്കുന്നവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുമില്ലായ്മയിൽ നിന്നും കൊച്ചിയിൽ സ്വന്തമായി ഫ്ളാറ്റും മിനി കൂപ്പറും BMW ബൈക്കും കാക്കനാട് ഒരു ഫാമിലി സലൂണും സ്വന്തമാക്കിയത് രക്ഷപ്പെട്ട മനുഷ്യരുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചിട്ടൊന്നുമല്ല. വളരെ പരിശ്രമിച്ചിട്ടും രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക വായ്പ എടുത്തതിന്റെ പേരിൽ 10,000 രൂപ അടയ്ക്കാനില്ലാത്തതും വണ്ടിക്ക് CC അടയ്ക്കാൻ 2,700 രൂപ ഇല്ലാതെ ഫിനാൻസുകാർ എന്റെ വണ്ടി കൊണ്ടുപോയതും ഞാൻ ഓർക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു. ഒരു ഫോൺ മേടിക്കാൻ 30,000 രൂപ തരാതിരുന്ന ബാങ്കുകാർ 50 ലക്ഷം തരാമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നു. പണമില്ലെങ്കിലും വ്യക്തിത്വം ഉള്ളതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കുടുംബവും നാടും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പടവെട്ടി കയറി. നിങ്ങളുടെ കമന്റോ അല്ലെങ്കിൽ പരിഹാസ വീഡിയോയോ എന്നെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഇങ്ങനെ അഖിൽ മാരാർ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.